ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന വാഗമൺ നമുക്ക് എങ്ങനെ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ എവിടെ നിന്ന് പുറപ്പെടുകയാണെങ്കിലും ട്രെയിൻ മാർഗ്ഗമാണ് പുറപ്പെടുന്നതെങ്കിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെ നിന്ന് നമുക്ക് 2.5-3 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം 65 കിലോമീറ്ററിലേറെ നമുക്ക് ദൂരം സഞ്ചരിക്കാനുള്ളതുകൊണ്ട് നമുക്ക് പുലർച്ചെ എത്തുന്ന വിധത്തിൽ വേണം ട്രെയിൻ ബുക്ക് ചെയ്യാൻ. ശേഷം നമുക്ക് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്പം ദൂരം തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡ്. നമുക്ക് അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പുലർച്ചെ 5 മണി തൊട്ട് ബസ്സുകളുണ്ട്. ആ ബസ്സുകൾ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി നമുക്ക് നേരിട്ട് വേണമെങ്കിൽ വാഗമണ്ണിൽ എത്തിച്ചേരാം. അതല്ല എങ്കിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. നമുക്ക് വേഗം അവിടെ നിന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ രാവിലെ ഒരു 8-8:30 നമുക്ക് വാഗമണ്ണിൽ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും മറ്റും കഴിച്ചതിന് ശേഷം നമുക്ക് ടാക്സി പിടിച്ച് ഓരോ സ്ഥലങ്ങളായി കവർ ചെയ്യാം. ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, ഏറ്റവും ചെറിയ നഗരമായതുകൊണ്ട് അടുത്തടുത്ത് തന്നെയാണ് പല സ്ഥലങ്ങളുമുള്ളത്. നമുക്ക് തീർത്ഥാടനമല്ല ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും പറ്റുന്ന എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും ഉണ്ട്. മുരുകൻ മലയുണ്ട്, അതുപോലെ കുരിശുമലയുണ്ട്, അതുപോലെ തങ്ങൾപ്പാറയുണ്ട്. എവിടേക്ക് വേണമെങ്കിൽ പോകാം. പിന്നെ അവിടെ നിന്ന് നമുക്ക് അടുത്ത് തന്നെ നമുക്ക് മെഡോസ് എന്ന് പറയുന്ന മൊട്ടക്കുന്നുകളിലേക്ക് യാത്ര ചെയ്താൽ അവിടെ ധാരാളം അഡ്വഞ്ചർ പാർക്കുകളും അതുപോലെ മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയതിന് ശേഷം വീണ്ടും നമുക്ക് അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകാം. അത് ഗ്ലാസ് ബ്രിഡ്ജും മറ്റുമൊക്കെ ഉണ്ട്. അവിടെയും കുട്ടികൾക്ക് കളിക്കാനും മറ്റുമൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പൈൻ ഫോറസ്റ്റിലേക്ക് പോകാം. നഗരത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ തന്നെയാണ് ടീ ലേക്ക് അഥവാ മെഡോസ് ലേക്ക് എന്നറിയപ്പെടുന്ന ചെറിയ കൊച്ചു തടാകവും അവിടെ ബോട്ട് സർവീസും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ തുടങ്ങി നമുക്ക് അവിടെ നഗരത്തിനോട് ചുറ്റും നമുക്ക് ധാരാളം സഞ്ചരിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഉണ്ട്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കവർ ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമുക്ക് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വല്ല ഇടുക്കി ഡാമോ മറ്റോ കാണാൻ പോകണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ടാക്സികൾ കിട്ടും. എല്ലാ വാഹന സൗകര്യങ്ങളും മറ്റൊക്കെ ഉള്ളതുണ്ട്. ഗതാഗത സൗകര്യങ്ങളൊക്കെ മികച്ചതാണ്. വളരെ നല്ല കാലാവസ്ഥയാണ്, നല്ല സുഖകരമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ കവർ ചെയ്ത് വരാൻ കഴിയും. ഇനി സ്റ്റേ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് താനും. നല്ല ഭക്ഷണങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തെ പ്ലാൻ ചെയ്യുമ്പോൾ രാവിലെ നേരെ പുലർച്ചെ അവിടെ എത്തുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ദിവസം കൊണ്ട് ഏകദേശം കവർ ചെയ്യാൻ കഴിയും. സ്വന്തമല്ലാത്ത വാഹനത്തിലാണ് അഥവാ ബസ്സിലാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വൈകിട്ട് 6-6:30 തന്നെ നമുക്ക് ബസ് കയറി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തണം. കാരണം വൈകിട്ട് അവിടെ ബസ്സുകൾ കുറവാണ്. അവിടെ കോട്ടയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രെയിനോ മറ്റു സംവിധാനങ്ങളോ ഉപയോഗിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകാനും കഴിയും. ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ സന്തോഷകരമായി, വളരെ ലാവിഷായി നമുക്ക് അവിടെ കറങ്ങാൻ കഴിയും. കാരണം ചെറിയ നഗരമാണ് വാഗമൺ, എന്നാൽ സുന്ദരവുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.